അവ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. സ്പെഷ്യലി ഒരു സർപ്രൈസ് വീഡിയോ ആണ് അല്ലേ പൊന്നോ? സർപ്രൈസ് അല്ലേ? എന്താ സംഭവം എന്ന് പറഞ്ഞില്ലല്ലോ. എന്നാൽ ഇതാ കണ്ടോളിയും. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. സ്പെഷ്യലി ഒരു സർപ്രൈസ് വീഡിയോ ആണ് അല്ലേ പൊന്നോ? സർപ്രൈസ് അല്ലേ? എന്താ സംഭവം എന്ന് പറഞ്ഞില്ലല്ലോ. എന്നാൽ ഇതാ കണ്ടോളിയും, ഒരു കാർ അതാ വരുന്നു. ആ കാറിൽ ഒരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയിക്കാൻ പോവുകയാണ്. എന്തായാലും അത് സർപ്രൈസ് വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞില്ല. എന്നാലും അധികം വൈകിക്കൂല, ഉടനെ നിങ്ങൾക്ക് കാണാം. ആ വണ്ടീൻ്റെ ഉള്ളൊരു സംഭവം ഉണ്ട്, എന്താന്നുള്ളത് കണ്ടോളി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ഒഴിഞ്ഞ പ്രദേശത്താണല്ലോ കേട്ടോ. കണ്ടെങ്കിൽ കോറികളൊക്കെ ഉള്ള ഭാഗത്താണ് ആ വരുന്ന വണ്ടി. ഇപ്പോൾ എത്തും കണ്ട്. എന്താണ് അതിൻ്റെ ഉള്ളിലുണ്ട് കാണാതെ പോയത്, അറിയാതെ പോയത്. ഇതെല്ലാവർക്കും അറിയേണ്ട സംഭവം തന്നെയാണ്. കണ്ടോളി മക്കളെ. എൻ്റെ നേരക്കാൾ ഓടിച്ചാൽ വണ്ടി വരുന്നത്. ഡ്രൈവർ ആരാന്ന് നോക്കണല്ലോ. ആ ഇതാണ് ഡ്രൈവർ ഇല്ലേ? കണ്ടില്ലേ പോണ പോക്ക്? അപ്പോൾ മക്കളെ, അൽഹംദുലില്ലാ നമ്മുടെ മാളൂന് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാർ ഓടിക്കാൻ, വണ്ടി ഓടിക്കാൻ, ഡ്രൈവിങ് പഠിക്കാൻ. മുമ്പ് നമ്മളൊക്കെ ഒരു വണ്ടി ഉണ്ടായ സമയത്ത് ഒരുപാട് ട്രൈ ചെയ്ത് അന്നൊക്കെ ഇവിടെ തന്നെ ഒക്കെ ഇങ്ങനെ ഓടിച്ച് കണ്ട് ആക്കി ഏകദേശം ആയിരുന്നു. അതിൻ്റെ ശേഷം ആ വണ്ടി വിറ്റു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി. പിന്നെ വണ്ടി ഇല്ലായിരുന്നു. അതിൻ്റെ ശേഷം ഒന്നും പിന്നെ അത്രാണ്ട് വിജയിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല, ഞാനിവിടെ അല്ലേ, ഒരു ഡ്രൈവിംഗ് സ്കൂളും വേണ്ട, അതിലും വലിയ പഠിപ്പിച്ചിട്ട് ഞാൻ പഠിപ്പിച്ചുതരാം. അങ്ങനെ തന്നെ നമ്മൾ ഗ്രൗണ്ടിൽ വന്ന് വളരെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ഇപ്പോൾ ഏകദേശം ആൾ 90% വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആളെടുത്തുനിന്ന് പോയി നോക്കാം നമുക്ക്. ഒന്നും അല്ല, വെള്ളം കൂടിയില്ല. അപ്പോൾ ആളിതാ വണ്ടി ഇവിടെ അരൂര് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് പോയി നോക്കാം. വരി. അസ്സലാമു അലൈക്കും. സലാം ശരിയായില്ല. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കൈഫ ഹാലക്? കുല്ലു ഖൈർ? തമാം? അൽഹംദുലില്ലാ. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച്? എന്താ അഭിപ്രായം? ഇത്രയും ആയല്ലോ. ഫസ്റ്റ് അൽഹംദുലില്ലാ. ഫസ്റ്റ് എങ്ങനെയായിരുന്നു വണ്ടി എടുത്തപ്പോ? എങ്ങനെയായിരുന്നു ഫസ്റ്റ്? മുമ്പൊക്കെ പ്രഭാകരൻ പോയിന്ന്. പ്രഭാകരൻ വൈകുന്നേരം പോകൂലേ പണി ചെയ്യുമ്പോ? ആ പോക്കേന്ന് ഫിറ്റ് ആയിക്കാടില്ലേ? ആ ഫിറ്റ് ആയണ്ട്. ഇപ്പൊ നല്ല പക്ക അടിപൊളിയായിട്ടുണ്ട്. അതെ, ഏറ്റവും ഞാൻ പലരും ഇങ്ങനെ എനിക്കിതൊക്കെ കഴിയോ, അതെ പറ്റുമോ, ആകെ സത്യം എനിക്ക് പേടിയുന്നേ. ഞാൻ ഇപ്പൊ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, വിജയയാത്രന്റെ അവിടെ പോയേക്കോ. അപ്പോൾ പറഞ്ഞേ ഒരു വാശി വേണം നമുക്ക്, എനിക്കൊരു വാശി ഉണ്ടേന്ന്. ഞാന് എന്താ പറയാ, ഡ്രൈവിങ്ങിന്റെ അവിടെ കൊണ്ടാക്കിയിട്ട് ആ ഡ്രൈവർ പറഞ്ഞൊന്നും ഞാൻ അനുസരിക്കാത്ത എനിക്കൊരു വാശി ഉണ്ടേന്ന്. അങ്ങനെ എനിക്ക് ലെവലായി. അപ്പൊ ഇന്നലെ ഓള് കൊറേ മോട്ടിവേഷൻ തന്നിക്കണേ. എനിക്കും തന്നെ ഒരു വാശിയായി, പഠിക്കണം എങ്ങനെങ്കിലും. കൊറേ കാര്യങ്ങൾ പറഞ്ഞ അവന്റെ ഫ്രണ്ടിന് ഫൈസല് ലോറി പോയിന്ന അവന്റെ വൈഫ്, പഴയ മുതലാളിയാണ് അവന്റെ വൈഫ്. അവള് കൊറേ ഇന്നലെ വാശി പിടിപ്പിച്ചു. ഏതായാലും താങ്ക്സ് ഫൗസിയെ, വളരെ ഉപകാരമായിട്ടുണ്ട് അല്ലേ? വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി 1% ലെവലേക്കണല്ലേ? ഒന്ന് അല്ല 10%. ഉണ്ട്. ഇത് വണ്ടി നമ്മള് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ, ആ വണ്ടി വലിപ്പിക്കാന്, അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ, അങ്ങനെ അല്ല. 10% എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഞാൻ കൂടുതൽ അറിയുള്ളവാനാണ്, കൂടുതൽ പഠിച്ചവനാന്നുള്ള പാടില്ല. അപ്പൊ അങ്ങനെ ഈ റൗണ്ടിലിട്ടൊന്ന് വട്ടം കറക്കാൻ പഠിച്ച് ഏതായാലും വളരെ സന്തോഷമുണ്ട്. സത്യം ഞാൻ മുമ്പ് നമ്മളെ ഇരട്ടികളിലൊന്ന് ഇങ്ങനെ ഓടിച്ചിട്ടില്ല, ഓടിച്ചിട്ട്. പക്ഷെ എനിക്ക് അന്ന് ലെവലായിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ആയി വരുന്നുള്ളൂ. അപ്പൊ വണ്ടി ഇല്ലാതായി കേടന്ന്. ഇപ്പൊ ഏതായാലും അൽഹംദുലില്ലാ 100 വട്ടം സന്തോഷം. ഞാനൊരു വർത്താനം പറഞ്ഞ ഞാൻ തിരിച്ചെടുത്ത്. എങ്ങനെയുണ്ട്? ഞാൻ നിങ്ങൾ പഠിപ്പിച്ച ഒരിക്കലും പഠിയില്ല, അല്ലെങ്കിലും ഭർത്താക്കന്മാരൊപ്പം പഠിച്ചാൽ റെഡി ആവൂല. ഞാൻ ഇന്നലെ ബോസിയാനോട് കൂടി പറഞ്ഞു, ഈ ഭർത്താക്കന്മാരോടൊപ്പം പഠിച്ച ഓള് ചീത്ത അറിയും, ഒരു ലെവൽ കിട്ടൂല. ഓളും പറഞ്ഞേ നമുക്ക് എടി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കണം. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഓടിച്ചു പോകുകയായപ്പോ ഞാൻ പറഞ്ഞേ, എന്തിനാ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിക്കാണ് വെറുതെ പൈസ കളിയുന്നതെന്ന്. ഞാൻ ആ വർത്തമാനം തിരിച്ചെടുത്തു. ഞാൻ ഇവരോട് പറഞ്ഞു, സ്ത്രീകൾക്ക് പഠിക്കാൻ, സ്ത്രീകൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഞാൻ ഇവരോട് എത്ര വട്ടം പ്രാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 8 സ്ത്രീകൾക്ക് ഞാൻ പഠിപ്പിച്ച്, അല്ല
എഡിറ്റിംഗ് വേണ്ട. ആണുങ്ങൾക്ക് 8 അപ്പൊ അറിയോ ഇതുപോലെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മള് കട്ട് ചെയ്യും. ഞാൻ പറഞ്ഞത് കട്ട് ചെയ്യരുത്. ഇങ്ങനത്തെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു അറിയാതെ എല്ലാം കട്ട് ചെയ്യും, അതിലിടൂല. അപ്പോ എന്തായാലും അപ്പൊ വളരെ സന്തോഷമുണ്ട്. മെയിനായിട്ട് അൽഹംദുലില്ലാ ഇനിയിപ്പോ റോട്ടിൽ കൂടി ഒക്കെ ചീറിപ്പാനി പോണം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അകത്തിരിക്കുന്നതിന് പകരം നമ്മളെ വീട്ടില് സ്ത്രീകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇതേപോലെ എന്തെങ്കിലും ഓടിക്കണം എന്നുണ്ടെങ്കിലാണ് കുറി പൈസ അടിച്ച് പഠിത്ത്. പക്ഷെ എനിക്കാണ് നമ്മളെ പെരിയില് എല്ലാരും ഓടിക്കാനും നമ്മള് ഗ്ലാമർ വിറ്റിന്റെ ശേഷം ബൈക്ക് ഉണ്ടായില്ല. അതായത് ഒരു പരിധി വരെ ഇങ്ങനെ ഞാൻ ഇവിടെ പറയുമ്പോൾ നമുക്ക് സമ്മതിക്കൂല. അപ്പോൾ അറിയാം അത് ചെയ്യാൻ പോവാ. മെയിനായിട്ട് ഈ പഠിക്കുന്ന ആളുകൾക്ക് ഒരു താല്പര്യം വേണം കൂടുതൽ. ഇപ്പൊ ഇവൾക്ക് ഭയങ്കര താല്പര്യമാണ്. ആ സാറാണ് എന്റെ അനിയത്തി പഠിച്ചിക്കണേ. അവള് ഓടിക്കണ എനിക്ക് സൗകര്യങ്ങളും വാഹനങ്ങളും എല്ലാം എന്റെ വീട്ടിലുണ്ടായിട്ട് ഞാൻ പഠിച്ചില്ല. അവളിപ്പോ ഏതായാലും പഠിച്ചു. ഓൾക്ക് സൗകര്യം ഉണ്ട്, എന്നാലും ഓളും പഠിച്ച്. ഞാൻ ഓളെക്കാട്ട് എത്ര മുന്നേ തുടങ്ങിയത് ഞാൻ പഠിച്ചില്ലല്ലോ. ഇപ്പൊ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പഠിക്കണം നമുക്ക് ഓരോരുത്തർ കാണുമ്പോഴല്ല നമുക്ക് പഠിക്കണം തോന്നില്ല. അല്ലെങ്കിലും തോന്നുമല്ല ഞാൻ ഓളെക്കാട്ടി മുന്നേ പഠിച്ചു തുടങ്ങിക്കണേ. പക്ഷെ തുടർന്നിട്ടില്ല, പിന്നെ തൊട്ട് നോക്കിയിട്ടില്ല. ആ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളൂ. അതിന്റെ ശേഷം പിന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ എന്നോ ആയിന്ന്. ആകെ വേർത്ത് പിന്നെ നല്ല ചൂടാണ്. വൈകുന്നേരം മഴയൊക്കെ ഇങ്ങനെ മൂടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നല്ലൊരു സ്ഥലമുണ്ട്. ഞാൻ പറയണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരുവിധം വീടുകളിലൊക്കെ വണ്ടി ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് വീട്ടിൽ എപ്പോഴാ ആരെക്കൊണ്ടാ എന്താ ഉപകാരപ്പെടുക പറയാൻ പറ്റൂല. അപ്പൊ വീട്ടിലുള്ള ആളുകൾ അത് തുടർന്ന് അത് യൂസ് ചെയ്തില്ലെങ്കിലും എന്തായാലും അവർ അറിഞ്ഞിരിക്കണ എപ്പോഴും നമുക്ക് നല്ലതാണ്. വീട്ടിലുള്ളവർ നമ്മളെ സ്ത്രീകളൊക്കെ ഡ്രൈവിംഗ് അറിയുന്നത് ഇന്നത്തെ കാലഘട്ടം നല്ലതാണ് അല്ലേ? പിന്നെ വണ്ടിയൊക്കെ പഠിച്ച് എല്ലാം തേഞ്ഞതിന്റെ ശേഷം നമ്മളെ പോവരുത്. അപ്പൊ ഒന്നും പറയാൻ പറ്റൂല. അങ്ങനെ അല്ലേ പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലാണ്. ഞാൻ വണ്ടി ചെക്കന്മാരെ എടുത്തിട്ട് ഏറ്റ പോക്കാണ്ടോ. അല്ല പോവരുത് നേരെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് വണ്ടിയെ നിർത്തിട്ട് ട്രെയിൻ കയറിയിട്ട് ഒറ്റ പോക്ക. അങ്ങനെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണ്. എന്താ വണ്ടി ഇപ്പൊ ഇടക്കിടക്ക് മുന്നിൽ കയറണേ, അതാണ് പേക്കണത്. അപ്പൊ എന്റെ ശ്രദ്ധ മാറണേ. അങ്ങനെ പോകണ്ട നല്ല കുട്ടിയെ കളിക്ക്. ഇത് കഴിഞ്ഞു തുടങ്ങിക്കണേ. ഇനി മാളവിന്റെ ഭാഗ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പിന്നെ ഫ്രൂട്ട് സലാഡ് എന്തെങ്കിലും വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് എനിക്ക് വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല പഠിച്ചാൽ ഞാൻ ഗുരു അല്ലേ? ഗുരു ശിഷ്യൻ ഗുരുവിനല്ലേ വാങ്ങി തരണ്ടേ? ഞാൻ പഠിച്ചു എനിക്ക് വാങ്ങി തരണ്ടേ? ഇത് പഠിച്ചല്ലോ. എന്താ വെച്ചാല് എന്റെ ഭാര്യ ആവുമ്പോ ഇപ്പൊ ഞാന് എന്റെ ഈ ലൈഫിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിക്കണേ ഡ്രൈവിങ്ങിലാണ്, ഡ്രൈവറാണ്. അപ്പോ ഡ്രൈവറെ ഭാര്യക്ക് ഡ്രൈവിംഗ് അറിയില്ല ഒരു മോശല്ലേ? അപ്പൊ ഏതായാലും ഇന്നിപ്പോ എല്ലാവർക്കും അറിയട്ടെ ഇത് വലിയൊരു സംഭവം ഒന്നല്ല. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എല്ലാവർക്കും അറിയാം. പേടിത്തൂരികളായി ഇരിക്കണോൽക്ക് ഇന്നെ പോലെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഇത് ഫുള്ളായിട്ട് ഞാൻ കാരണം ആരും മരിക്കരുത്, വേറൊരാൾക്കാരൻ കാരണം ഞാനും മരിക്കരുത്. പെരി എന്നിട്ടുള്ള മരണം മതി. അപ്പൊ ഞാൻ ആയതനമ്മ ഞാൻ ഇറങ്ങിട്ടാ ആയതന്നെ ഇറങ്ങി വണ്ടി പറഞ്ഞപ്പോൾ വണ്ടി ഞാൻ ഇറങ്ങാറുണ്ട്. പൊണ്ണി ഇറങ്ങിയില്ല. ആട് ബൈക്കല്ല അതോട് പോയി. അപ്പൊ ഇവള് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ എനിക്ക് ഇനി ടിപ്പർ ഇസാ ഓടിക്കണം, അങ്ങനെ മുന്നോട്ട് പോകണം. അല്ല വയ്യാതാകുമ്പോ ടിപ്പറായിട്ട് എനിക്ക് പോവാലല്ലേ? കുഞ്ഞറിയ കാർ ഇങ്ങനെ എനിക്ക് ആ ലോറി ഒന്ന് ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. വലിയ ലോറിയൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ലോറി ഒന്ന് ഓടിക്കാൻ അതന്നെ അല്ലേ? ഒരു സൈക്കിൾ ഓടിക്കുമ്പോ തോന്നും ആ ബൈക്ക് ഒന്ന് ഓടിക്കണം. ബൈക്ക് ഓടിക്കുമ്പോ ഓട്ടോറിക്ഷ, ആൾട്ടോ 800. അപ്പൊ വെറുതെ ഇറങ്ങിയത് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്റെ പൊന്നാര മക്കളെ, നമുക്ക് ജീവിതം കുറഞ്ഞ ജീവിതമല്ലേ ഉള്ളൂ. പണിയില്ലെങ്കിൽ ഇറങ്ങാ. പക്ഷെ കയ്യില് ബീരാൻകുട്ടി വേണം. എണ്ണടിച്ചാൽ മാത്രം പോരാ. നമ്മളെ ഒരു പുള്ളിയുള്ളൂ തിന്നാനാ, അതാണ് മെയിൻ. അപ്പൊ നമുക്ക് കുറഞ്ഞ ജീവിതമുള്ള ചുരുങ്ങിയ ജീവിതം, ആ ജീവിതത്തില് ആ ജീവിതം കളറാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഉള്ളത് കൊണ്ട് സന്തോഷമായി റായത്തായി കഴിയാ. എപ്പോഴാണ് നമ്മളെ അള്ളാഹു കൊണ്ടുപോകുന്ന പറയാൻ പറ്റൂല. ഏതായാലും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അല്ലെ, അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങള്, അപകട മരണങ്ങൾ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ബെസ്റ്റ് ഫ്രണ്ട് പെട്ടെന്ന് മഞ്ഞപ്പിത്തം വന്നിട്ട് മരിച്ചു.
പിന്നെ നിങ്ങൾ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ സ്ത്രീകളൊക്കെ സ്ത്രീകളൊക്കെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നുവെച്ചാൽ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും അകത്തൊന്നും ഇരിക്കാതെ എല്ലാവർക്കും അതെ, ഇത് വെരി സിമ്പിൾ ആണ്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ബാക്കിയെല്ലാം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് മൂന്നാർക്ക് വിളയിട്ട് പോകുന്നുണ്ട്. വലിയ വിളാണ് ഓടിക്കുന്നത് ഫുള്ള്. അതൊക്കെ ഞാൻ അടുത്ത വേറെ വീഡിയോയിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും കേട്ടാ. ആ നിങ്ങളുടെ ശബ്ദം ഇടോ, ബാക്കിൽ വണ്ടി ഈ പറമ്പ് റോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ശബ്ദം, ബാക്കിൽ ഒരു ആംബുലൻസും വിട്ടോണ്ടേ. അപ്പൊ എങ്ങനെയുണ്ട്, വേറെന്താ പറയാനുള്ളത്? ഇതൊക്കെ തഞ്ഞു ഭൂമിയെ പഠിച്ചിട്ട് കുറച്ചും കൂടി ഓടിക്കട്ടെ. ഇപ്പൊ വരാം കേട്ടാ, റിവേഴ്സ് ഇട്ടാ. थोड़ा पीछे जाओ. അപ്പൊ ഗാഡി ഒഞ്ഞു പോട്ടെ, ബാക്ക് പോട്ടെ. അവിടെ കേട്ടാ, എങ്ങനെയുണ്ട്? ബായ്. അപ്പൊ ആള് നല്ല ആത്മവിശ്വാസത്തിലാണ്. സംഗതി ഓക്കെ ആയി, ഗിയറൊക്കെ ഡൗൺ ചെയ്ത് ഓടിക്കാനൊക്കെ. സംഭവം കണ്ടേ ഒഴിഞ്ഞ മൈതാനത്താണ്. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള മൈതാനങ്ങൾ തിരഞ്ഞെടുത്താൽ നന്നാവും. കാരണം പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ കൂടെ ഇങ്ങനെ നിൽക്കുക, ഫുള്ള് നമ്മൾ ഒപ്പം നിന്നാണ് ഇങ്ങനെ ആകുമ്പോൾ അവർക്കൊരു എന്താവും, അവർക്ക് സമാധാനമാവും, നമ്മളുണ്ടല്ലോ എന്നുള്ള അതിനുള്ള ചാൻസ് കൊടുക്കരുത്. ഇടക്കാണ് വിട്ടു കൊടുക്കുക. നമുക്കിങ്ങനെ മനസ്സിൽ തോന്നുമല്ലോ ഇത് കുഴപ്പമില്ല, ഇവരെ കൊണ്ട് കഴിയുന്നൊരു തോന്നൽ തോന്നിക്കഴിഞ്ഞാൽ വിട്ടു കൊടുക്കണം എന്നാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് തന്നെ ഓടിക്കണ്ടിട്ടാ. മാഷാ അല്ലാഹ്, ഫസ്റ്റിലെ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ പോകാൻ നമുക്ക് സന്തോഷമല്ലേ, ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോൾ ഏതായാലും പോയി നോക്കാം. വിളിക്കുമ്പം കുളിക്കുമ്പം എങ്ങനെയുണ്ട്? മനസ്സാകെ പേടിച്ചിക്കേ പോട്ടെ. അപ്പൊ ഭാര്യ വണ്ടി ഓടിച്ചിങ്ങാണ്ട് ഒപ്പം ഒന്ന് യാത്ര ചെയ്യണമെന്ന്. സംഭവം ഒരു വലിയ മൈതാനത്താണ്, എന്നാലും വേണ്ടിയില്ല, യാത്ര ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മാഷാ അല്ലാഹ് ഇന്നിപ്പോൾ ഏതായാലും അത് സാധിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പോകണേ. ഇപ്പം ഏകദേശം നമ്മൾ കോട്ടക്കല ചെങ്കോട്ടെ എവിടേക്ക് വേണ്ടി പോവാം? മൂന്നാറെത്തി പോയോക്കട്ടെ. ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിട്ട് ഇപ്പണ്ട് വരാം. ഓക്കെ, അപ്പോൾ മക്കളെ ഏകദേശം പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ പഠിക്കാൻ ഒരുപാട് കിടക്കുകയാണ്. ഏതായാലും ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് അല്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നാണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് മറക്കരുത്. ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പോ എല്ലാവർക്കും നാളെ ഒരു പുതുപുത്തൻ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ കണ്ടിട്ടാ. എല്ലാവർക്കും ബൈ.